അപ്പോൾ വൈറൽ മീൻ പൊരിച്ചതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ മീൻ പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കണത്. അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല, ഗ്രേവിയൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട്, പിന്നെ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചത്, ചുവന്നുള്ളി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചെറിയ തീയിലിട്ട് നല്ലോണം വാട്ടി ഏകദേശം ഒരു മുരിഞ്ഞ രീതിയിൽ വരുന്നത് വരെയും അതൊന്ന് ചൂടാക്കിയെടുക്കുക. അത് അങ്ങനെ ആ രീതിയിലൊന്ന് ചെറിയ രീതിയിൽ വാടി ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ഗ്രേവിക്ക് അനുസരിച്ചുള്ള വാളംപുളി മതി. നമ്മൾ എന്തോരം മീനാണ് എടുക്കണം അതനുസരിച്ചുള്ള ഗ്രേവി മതിയാവും. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി ഏകദേശം ഒന്ന് വറ്റി വരണം. ഒരുപാട് വറ്റി വരണ്ട, നല്ലൊരു ഗ്രേവി പോലെ വരണം. അപ്പോൾ ഗ്രേവി ഒരുപാട് കുറുകി പോയത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊക്കെ വെള്ളം വലിഞ്ഞു പോയ ഗ്രേവിയിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ വറ്റ പോലത്തെ മീനാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഗ്രേവിയിലിട്ടിട്ട് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അത് മുകളിലേക്ക് മസാലയൊക്കെ പുരട്ടി കൊടുക്കാൻ മറന്നു പോയിട്ട് അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മസാലയൊക്കെ ഇതേപോലെ കോരി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ച് വീണ്ടും തുറന്ന് തിരിച്ചു മറിച്ചിട്ട് ഗ്രേവിയൊക്കെ നല്ലോണം പരട്ടി കൊടുത്തിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിട്ട് പൊരിച്ചെടുക്കും പോലെ നല്ല മുരിഞ്ഞ് വരില്ല, നല്ല മസാല എല്ലാം പിടിച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിന്ന് നോക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. പുളിയൊക്കെ ഒഴിച്ചതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഇരുന്ന് അതിൻ്റെ കളറൊക്കെ ഇളകും. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെങ്കിലും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി, സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് മീനും മസാലയും കൂട്ടി മിക്സ് ചെയ്ത് തന്നെ സൂപ്പറാണ്. റെസിപ്പി അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.